വിധി മുൻകൂട്ടി പറയാൻ ഞാനാളല്ല. എന്നാൽ പോലും ഈ പറഞ്ഞതുപോലെ തന്നെ 8 വർഷവും 9 മാസവും 21 ദിവസവും കഴിയുമ്പോഴാണ് നാളെ വിധി വരുന്നത്. അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് അപൂർവങ്ങളിൽ അപൂർവം എന്ന് പറയുമ്പോൾ ഞങ്ങൾ അഭിഭാഷകർക്കും ഇതൊരു അപൂർവമായിട്ടുള്ളൊരു അറിവുകൾ പകർന്നു തന്നിട്ടുള്ള ഒരു കേസാണ്. കാര്യം ഇത്രയും അപൂർവമായിട്ടൊരു അതിജീവിതയ്ക്ക് ഇത്തരം അവസരങ്ങൾ ലഭിക്കുന്ന കേസുകളും അപൂർവമാണ്. കാര്യം ഒരു ഡസൻ കണക്കിന് കേസുകളാണ് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും വിചാരണ കോടതിയിലും ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. അതിജീവിത ആവശ്യപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും അനുവദിച്ചു കൊടുക്കുകയും ആര് പ്രോസിക്യൂട്ടർ ആവണം, ഇന്ന ആളെ പ്രോസിക്യൂട്ടർ ആക്കണം, ഇന്ന കോടതിയിൽ വേണം എന്നെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇന്ന കോടതിയിൽ എനിക്ക് വിശ്വാസമില്ല, ഇന്ന എന്താണ് ഇത്രയും വക്കീലന്മാർ മാത്രമേ ഡിഫൻസിന് വേണ്ടി പാടുള്ളൂ, 20 പേരോ 5 പേരോ 6 പേരോ 2 പേരോ ഒന്നും പറഞ്ഞ ഒരാൾ മാത്രമേ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോടതിയിൽ അതിജീവിത പോയ കേസുമാണ്. ഞാൻ ഏതെങ്കിലും അതിജീവിതമാരെ ആക്ഷേപിക്കുന്നതല്ല, പക്ഷെ അത്തരമൊരു സാഹചര്യം പോലും നമ്മളിതിൽ കണ്ടു. അപ്പം ചില പ്രിവിലേജ്ഡ് അതിജീവിതമാരും ഈ സമൂഹത്തിലുണ്ട് എന്നുള്ള ഒരു സന്ദേശം കൂടെ നൽകുന്ന, അത്തരത്തിൽ ഞങ്ങൾക്ക് പോലും അതിശയമുണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടായിട്ടുള്ള ഒരു കേസ് കൂടിയാണ്. എന്തായാലും നാളെ വിധി വരട്ടെ, അതുവരെ നമ്മൾ കാത്തിരിക്കുന്നു. മാത്രവുമല്ല, ഹൈക്കോടതിയിൽ നിന്ന് ഒരു വേള സംസ്ഥാന സർക്കാരിന്റെ പ്രോസിക്യൂട്ടറോട് പറയുകയാണ്, എന്താണ്, ഇറ്റ് ഈസ് നോട്ട് ദ ഡ്യൂട്ടി ഓഫ് ദി പബ്ലിക് പ്രോസിക്യൂട്ടർ ടു കൺവിക്ട് ഈച്ച് ആൻഡ് എവറി അക്യൂസ്ഡ് എന്ന് പറഞ്ഞു. അതായത് എല്ലാവരെയും കൺവിക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ശിക്ഷിക്കാൻ വേണ്ടിയിട്ട്, ശിക്ഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പണിയല്ല നിങ്ങളുടേത്. യു ജസ്റ്റ് അസിസ്റ്റ് ദി പ്രോസിക്യൂഷൻ. നിങ്ങൾ കോടതിയെ അസിസ്റ്റ് ചെയ്യൂ ഇതിന് ഒരു പ്രതിയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു. ആൻഡ് ഒരു കാര്യം കൂടെ പറഞ്ഞു, നിങ്ങൾ അവെഞ്ചിങ് ഏഞ്ചൽ ആവണ്ട, നിങ്ങൾ ഇരയുടെ മാലാഖ ചമയണ്ട, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ഈ കേസ് നടത്തിയാൽ മതി, നിങ്ങൾ ഇരയുടെ മാലാഖ ചമഞ്ഞ് പ്രതിയെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ 8ാം പ്രതിയെ ശിക്ഷിക്കാൻ വേണ്ടി മുന്നോട്ട് വരണ്ട എന്നൊക്കെ പറഞ്ഞു. അപ്പം അത്തരത്തിൽ കൂടെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു കേസാണെന്ന് കൂടെ പൊതുസമൂഹം ഓർക്കണം. എന്ന് മാത്രമല്ല, മാധ്യമ വിചാരണ, ഇവിടെ കോടതി വിചാരണ തീരുന്നതിന് മുൻപ് മാധ്യമ വിചാരണ നടത്തി പ്രതിയെ തൂക്കിക്കൊന്ന കേസ് കൂടിയാണ് എന്തുകൂടെ ഓർക്കണം. അത് 1ാം പ്രതി അല്ല കേട്ടോ. അതായത് ഇത്തരത്തിലൊരു വളരെ ഹീനമായിട്ടുള്ള കൃത്യം നടന്നിട്ടുണ്ടെങ്കിൽ, ഹീനമായിട്ടുള്ള കൃത്യത്തിൽ പങ്കെടുത്തിട്ടുള്ള അല്ലെങ്കിൽ ചെയ്തിട്ടുള്ള 1ാം പ്രതിയെയോ 2ാം പ്രതിയെയോ 3ാം പ്രതിയെയോ അല്ല, അതിലെ 8ാം പ്രതിയെ ഓൾറെഡി മാധ്യമങ്ങളും പൊതുസമൂഹവും കുരിശിലേറ്റി ശിക്ഷിച്ചിട്ടുള്ള ഒരു കേസ് കൂടിയാണെന്നുള്ള ഒരു അപൂർവത കൂടെ ഇതിനുണ്ട്. മാത്രവുമല്ല, ഈ കേസിൽ ഈ വിചാരണ 8 വർഷമായിട്ട് കേട്ടിട്ടുള്ള ഇതിലെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജ് അവര് ഒരു പാർട്ടി സെക്രട്ടറിയുടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ജില്ലാ സെക്രട്ടറിയുടെ മകളാണ്. അവരെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോൾ തന്നെ അവരിലും അവിശ്വാസം കണ്ടെത്തി ആ കോടതി കാശ് കൊടുത്ത് മേടിച്ചിട്ടുള്ളതാണ്, 8ാം പ്രതി കാശ് കൊടുത്ത് മേടിച്ചിട്ടുള്ളതാണെന്ന് വളരെ കൃത്യമായിട്ട് വരുത്തി തീർക്കുകയും അവരെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ പോവുകയും ചെയ്തിട്ടുള്ള അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു കേസാണ്. അവിടെ ചെന്ന സമയത്ത് ജുഡീഷ്യൽ ഓഫീസർമാരുടെ എന്താണ് ഒരു ആത്മവിശ്വാസം, അല്ലെങ്കിൽ അത് തകർക്കരുത്, അവരത് കേൾക്കുന്ന ആളുകളാണ്, ഏതെങ്കിലും തരത്തിൽ കോടതിയിലുള്ള വിശ്വാസം, ജനങ്ങൾക്കുള്ള വിശ്വാസം തകർക്കരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് അത് വീണ്ടും അവർക്ക് അതുമായി മുന്നോട്ട് പോകാം എന്നുള്ള ഒരു ഡയറക്ഷൻ സുപ്രീം കോടതി കൊടുത്തിട്ടുള്ളത് എന്നുകൂടെ പൊതുജനത്തിന് മുൻപിൽ ഈ സമയത്ത് വെക്കുകയാണ്. കാരണം ഇനി മണിക്കൂറുകൾ മാത്രമുള്ളപ്പോ ഈ പറയുന്ന 8ാം പ്രതിയെ എന്താണ് 8ാം പ്രതിയാണ് ഇതെല്ലാം ചെയ്തത്. ഇപ്പൊ നേരത്തെ എനിക്ക് മുമ്പിൽ സംസാരിക്കുന്ന ആൾ പറയുന്നുണ്ടായിരുന്നു കൃത്യമായിട്ട് ഏതൊക്കെയോ തെളിവുകളുടെയൊക്കെ കാര്യങ്ങൾ, കൂറുമാറ്റിയ കാര്യങ്ങൾ, ഈ പറഞ്ഞിരിക്കുന്ന എവിഡൻസ് ടാമ്പർ ചെയ്ത കാര്യങ്ങൾ, അതുപോലെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ കാര്യങ്ങളൊക്കെ എന്താന്നേ ഇതൊക്കെ കോടതിയിൽ വിചാരണ സമയത്ത് കൃത്യമായിട്ട് ഡിഫൻസിന്റെ ഭാഗത്ത് നിന്ന് ഇതൊക്കെ എന്തൊക്കെയായിരുന്നു പ്രോസിക്യൂഷൻ കൊണ്ടുവന്നതെന്നുള്ളത് കൃത്യമായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ലേ. ഫ്രാങ്കോ പിതാവിന്റെ കേസിൽ ഇതിനേക്കാൾ വലിയ ആരോപണങ്ങളായിരുന്നല്ലോ. എന്നിട്ട് എന്തായി? വ്യാജമായിട്ട് പ്രോസിക്യൂഷൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മെഡിക്കൽ രേഖ, ആ രേഖ ഉണ്ടാക്കുന്ന സമയത്ത് കാർബൺ കോപ്പി അടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആ കാർബൺ കോപ്പിയുടെ അടിയിൽ വന്നിട്ടുള്ള കോപ്പി പേപ്പറിൽ വ്യാജരേഖ ഫോർജറി ചെയ്യാൻ വേണ്ടി മാറിപ്പോയി. എന്നിട്ട് ഒറിജിനൽ കൊണ്ടുപോയി കോടതിയിൽ ഹാജരാക്കി. പിന്നീട് കാർബൺ കോപ്പി വന്നപ്പോഴാണ് മനസ്സിലാവുന്നത് കാർബൺ കോപ്പിയിൽ ഇതില്ല, കാർബൺ വെച്ചിരുന്നു, അതിനടിയിൽ വന്നിട്ടുള്ളതിൽ ഇതില്ല, മുകളിലാണ് തിരുത്തൽ വരുത്തിയത് എന്നുള്ളത്. എന്നിട്ട് ഫ്രാങ്കോ പിതാവ് ഇപ്പൊ നല്ല സുഖമായിട്ട് പുറത്ത് നടക്കുന്നു. അതിജീവിതമാർക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുകയും ചെയ്യും. എന്നാൽ പ്രോസിക്യൂഷന്റെ ഭാഗമായിട്ട് അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന വാളയാർ കേസിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾ നോക്കൂ. വാളയാർ കേസിൽ എന്താ സംഭവിച്ചിട്ടുള്ളത്? അപ്പൊ ഇതാണ് ഇവിടുത്തെ പ്രോസിക്യൂഷന്റെ ഒരു അവസ്ഥ. എല്ലാം ഈ പറഞ്ഞിരിക്കുന്ന പൊളിറ്റിക്കൽ നിയമനങ്ങളാണ്.
പൊളിറ്റിക്കൽ നിയമനത്തിൽ സർക്കാർ പറയുന്നത് പോലെ, അതായത് രാഷ്ട്രീയ പാർട്ടികളുടെ ഇച്ഛ പോലെ കോടതിയിൽ പോകുന്ന ആളുകളാണ്. എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രാക്ടീസിങ് അഭിഭാഷകർ പോലും അല്ല ഈ പറയുന്ന പ്രോസിക്യൂഷന്റെ ഭാഗമായിട്ട് വരുന്നത്. എന്നിട്ട് 14 വർഷം ആവുന്നതിന് 14 വർഷമാണ് ജീവപര്യന്തമൊക്കെ ഒരു സമൂഹത്തെ അങ്ങ് വിശ്വസിപ്പിച്ചിരിക്കുക. അതായത് നാട്ടിൽ ജീവപര്യന്തം എന്ന് പറയുന്നത് 14 വർഷമാണ്. ഇപ്പൊ തന്നെ നിങ്ങൾ പിടിച്ച ഇറങ്ങി ഇല്ല. അതുപോലെ തന്നെ പരോൾ ഒരു മാറ്റർ ഓഫ് റൈറ്റ് എന്നൊക്കെയാണ് ജനങ്ങൾ കേരള സമൂഹത്തിൽ ധരിച്ചു വെച്ചിരിക്കുന്നത്. അതായത് പിന്നെ എപ്പോ വേണമെങ്കിലും പരോളിന് ഇറങ്ങാം, കല്യാണത്തിന് പോകാം, പിന്നെ അതുപോലെ തന്നെ ഈ TP കേസിലേക്ക് പറഞ്ഞ പോലെ തന്നെ പിന്നെ ഈ പാർട്ടി നടത്താൻ വേണ്ടി പോകാം, ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പുറത്തു പോകാം എന്നുള്ളതൊക്കെ ഒരു സാഹചര്യം. ആരെയാണെന്ന് ഇവിടെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? പിന്നെ കൊട്ടേഷൻ കൊടുത്തിട്ട് താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞ പോലെ അപൂർവങ്ങളിൽ അപൂർവമായി കൊട്ടേഷൻ കൊടുത്തിട്ടുള്ള, റേപ്പ് ചെയ്യാൻ വേണ്ടി ഒരാൾക്ക് കൊട്ടേഷൻ കൊടുത്തിട്ടുള്ള ഒരു കേസ് ആണെന്നുണ്ടെങ്കിൽ ആ റേപ്പ് ചെയ്യാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തു എന്നുള്ളത് പുറത്തു വന്നിട്ട് ആദ്യമായിട്ട് ഇതിന്റെ ഒരു സൂചന നൽകുന്നത് മറ്റൊരാളാണെന്നേ, സിനിമാ മേഖലയിൽ തന്നെയുള്ള മറ്റൊരാളാണെന്നേ. അതിനുശേഷം അനുബന്ധ കുറ്റപത്രത്തിൽ ആണെന്നേ ദിലീപിനെ പ്രതി ചേർക്കുന്നത്. അപ്പൊ ഇതെന്താ നേരത്തെ ആർക്കും പിന്നെ അറിയാനോ കാണാനോ പോലീസിനോ തിരിച്ചറിയാനോ സാധിച്ചില്ല? അപ്പൊ അത്തരം ഒരുപാട് ചോദ്യങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നിലുണ്ട്. പിന്നെ ഈ പറയുന്ന വിഴുപ്പലക്കലിന് വേണ്ടി മാധ്യമങ്ങളിൽ കൊണ്ടുവന്ന് പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ചോർന്നു കിട്ടിയ പല കാര്യങ്ങളും ഉണ്ടെന്നറിയാം. എന്നാൽ നമുക്കറിയാവുന്ന പല കാര്യങ്ങളും ഈ വിഷയത്തിൽ ഡേ 1 മുതൽ ഫെബ്രുവരി 17, 2017 മുതൽ ഇടപെട്ടിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിൽ നമുക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊന്നും ഇവിടെ കൊണ്ടുവന്ന് ഇപ്പോ വലിച്ചിടണ്ട എന്ന് ആലോചിച്ചുകൊണ്ട് മാത്രമാണ് ഇതിനൊക്കെ അതേ രീതിയിൽ തന്നെ മറുപടി പറയാത്തത്. ഒരുപാട് കാര്യങ്ങൾ ശ്രീ ബാലേന്ദ്രകുമാറിന്റെ കാര്യത്തിലായാലും അവസാനം അദ്ദേഹം 2 വൃക്കകളും പോയി കിടക്കുമ്പോൾ എന്റെ കയ്യിലുള്ള ഒരു തുകയും അദ്ദേഹത്തിന് കൈമാറുകയും, കാരണം അവരത്ര ആ രീതിയിലാണ് അവരുടെ ഭാര്യ അന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ പിന്നെ അപേക്ഷിച്ചത്. അതിനുശേഷം ഈ പറയുന്ന 8ാം പ്രതിയോട് പോലും ഞാൻ ഈ കാര്യങ്ങൾ നേരിട്ട് സംസാരിച്ചിരുന്നു, സഹായിക്കണം എന്ന് പറഞ്ഞത്. അദ്ദേഹം സഹായിച്ചോ ഇല്ലയോ എന്നുള്ളതിന് ഞാൻ പിന്നീട് അത് വിളിച്ചന്വേഷിച്ചില്ല. പക്ഷെ എനിക്കറിയാവുന്ന ഒരുപാട് ആളുകൾ അന്ന് ആ സഹായങ്ങൾ കൊടുത്തിരുന്നു. കാരണം ഞങ്ങളുടെ കയ്യിൽ പിന്നെ അത്തരത്തിലുള്ള ബാലേന്ദ്രകുമാർ ആർക്ക് വേണ്ടി എടുത്ത കൊട്ടേഷൻ ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒക്കെ ഒരു വ്യക്തതയുണ്ടെന്നേ. ഇതെല്ലാം വിചാരണയുടെ ഭാഗവുമായിട്ടുണ്ട്, ഡിഫൻസിന്റെ ഭാഗമായിട്ടുണ്ട്, ഡിഫൻസിന്റെ കോടതിയിൽ കാണിക്കേണ്ട തെളിവുകളൊക്കെ ആയിട്ടുണ്ട്. എന്റെ ഒരൊറ്റ ചോദ്യം, നിങ്ങൾ ഈ പറയുന്ന ഏതെങ്കിലും ഒരു ആരോപണം, നിങ്ങൾ ഈ പറയുന്ന നമ്പർ ഓഫ് ഹർജികൾ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും വിചാരണ കോടതിയിലും ഉൾപ്പെടെ കൊടുത്തു. ദിലീപിന്റെ ജാമ്യം റദ്ദാക്കാൻ വേണ്ടിയിട്ട് നിരവധിയായിട്ടുള്ള ഹർജികൾ കൊടുത്തു. സാക്ഷികളെ സ്വാധീനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ജാമ്യം റദ്ദാക്കാൻ വേണ്ടി കൊടുത്തു. 2 FIR കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. എന്തുകൊണ്ട് ദിലീപ് ഇപ്പോഴും പുറത്തു നിൽക്കുന്നു? നാളെ മാത്രം അദ്ദേഹത്തിന് കോടതിയിൽ പോയാൽ മതി. എന്തുകൊണ്ട് ഇതെല്ലാം തള്ളിയില്ലേ? ഹാഷ് വാല്യൂ മാറി എന്ന് പറഞ്ഞു. നിങ്ങൾ ഈ കാണിക്കേണ്ട ഈ പറയുന്ന വ്യഗ്രത, അല്ലെങ്കിൽ ഈ പറയുന്ന നിങ്ങളുടെ ഒരു സവിശേഷ ബുദ്ധി കാണിക്കേണ്ടത് യഥാർത്ഥത്തിൽ ഇതിൽ ഏറ്റവും ക്രൂഷ്യലായ മെറ്റീരിയൽ എവിഡൻസ് ആയിട്ടുള്ള ഈ നടി ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ആ ഒരു മെമ്മറി കാർഡ് കണ്ടെത്താനായിരുന്നു. ഇപ്പോഴും ആ ഒറിജിനൽ ഡിവൈസ് ഇല്ലല്ലോ, ഒറിജിനൽ മെമ്മറി കാർഡ് ഇല്ലല്ലോ. ബാലേന്ദ്രകുമാർ കൊണ്ടുവന്നിട്ട് പിന്നെ പൾസർ സുനിയെ കണ്ടു, ദിലീപിനെ കണ്ടു എന്നൊക്കെ പറയുന്നതിന്റെ ഒറിജിനൽ ഇല്ലല്ലോ. ഇത് ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മാറ്റി വേറൊരു കമ്പ്യൂട്ടറിലേക്ക് ആക്കി, ആ കമ്പ്യൂട്ടറിൽ നിന്ന് പെൻഡ്രൈവിലേക്ക് മാറ്റി ഇപ്പത്തേക്ക് മാറ്റി എന്നാണ് പറയുന്നത്. അപ്പൊ എവിഡൻസ് ആക്ട് പ്രകാരം ഏതെങ്കിലും ഒരു ഡിജിറ്റൽ തെളിവ് അഡ്മിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ഹാഷ് വാല്യൂ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ഡിജിറ്റൽ രേഖയുടെ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ കൈമാറണം. അങ്ങനെ എത്ര രേഖകൾ കൈമാറാൻ വേണ്ടിയിട്ട് പ്രോസിക്യൂഷൻ സാധിച്ചിട്ടുണ്ട്? ഇതൊക്കെ ഇതൊക്കെ കോടതിയുടെ വിധിയിൽ കാര്യകാരണ സഹിതം എന്തായാലും ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാവുമല്ലോ. അന്ന് പൊതുസമൂഹം മനസ്സിലാക്കുമല്ലോ എന്താണ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഞാൻ എന്തായാലും ദിലീപിനെ ശിക്ഷിക്കില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ഇത്തരത്തിലൊരു കൃത്യം പ്ലാൻ ചെയ്തിട്ടുള്ള ആളുകൾ കൃത്യമായിട്ട് അതറിയാം. കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ അത് സഹികെട്ടിട്ട് ഞാൻ പുറത്തു വിട്ടിട്ടുള്ള ഒരു കാര്യത്തിൽ അത് 2ാം പ്രതി മാർട്ടിൻ, ആ വണ്ടിയിലുണ്ടായിരുന്ന മാർട്ടിൻ ഡ്രൈവറാണ്. അദ്ദേഹമാണ് ഈ ഡബിങ് കഴിഞ്ഞിട്ട് തൃശ്ശൂരിൽ നിന്ന് ഈ പറയുന്ന ലാൽ ഏൽപ്പിച്ചിട്ടുള്ള ആ വണ്ടിയിൽ, ലാൽ കൊടുത്തുവിട്ടുള്ള വണ്ടിയിൽ തിരിച്ച് എറണാകുളത്തേക്ക് എത്തിക്കുന്നത്. അപ്പോ ആ വണ്ടിയിൽ അവനൊരു ടെമ്പോ ട്രാവലർ ഇടിച്ചിട്ടില്ല, അവനൊരു സംഭവം അവിടെ നടന്നിട്ടില്ല. ഇനിയിപ്പോ ദൃശ്യങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഹണീബി എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഭാഗമായിട്ട് ആ സമയത്ത് സൃഷ്ടിച്ച് കൃത്രിമമായിട്ടുണ്ടാക്കി എടുത്തിട്ടുള്ളതാണ് എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.